ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒലീവിയ അല്ലേ, ഒലീവിയക്കാർക്കെതിരെ ഒരുപാട് പേര് തിരിഞ്ഞ്, ഒരുപാട് പേര് അടിച്ചമർത്തി, എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ മീഡിയ തരംഗമാക്കി മാറ്റി നമ്മൾ ഒലീവിയ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ അവര് തന്നെ ഒലീവിയ ഒരു തരംഗമാക്കി മാറ്റി എന്ന് പറയാം. അപ്പം ഒലീവിയക്കാർ ഇതുവരെ സൈലൻസ് ആയിരുന്നു. ഞാനും ചിന്തിച്ച കാര്യമാണ്, എന്തുകൊണ്ട് ഇവരെ പോലെ ഒരു മറുപടി ഒലീവിയക്കാർ കൊടുക്കുന്നില്ല, വീഡിയോസിലൂടെ കൊടുക്കുന്നില്ല. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടിരുന്നു. ഒലീവിയക്കാർ വീഡിയോയിലൂടെ കൊടുക്കാത്തതിന്റെ റീസൺ എന്താന്നുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരുടെ മൗനവും, ചില ആൾക്കാരുടെ എന്താ പറയാ, സംസാര ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഒരു ഫീലൊക്കെ എനിക്ക് വരുന്നുണ്ട്. എന്തായാലും നല്ല കാര്യമാണ്. എന്നാൽ ഒലീവിയക്കാര് അതിനൊരു തക്കതായ ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. വാ. ശശിയുടെ മക്കളെ തന്തയ്ക്ക് പറഞ്ഞവന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ പ്രായം 33 അല്ല എന്ന് റെക്കോർഡിക്കലായിട്ട് നീ ഏതെങ്കിലും ഒരുത്തൻ തെളിയിച്ച് തന്ന, നീയൊക്കെ പറയുന്ന ജോലി ഞാൻ ചെയ്തു തരാം. ഞാൻ പബ്ലിക്കായിട്ടാ പറയുന്നത്, മനസ്സിലായോ? പബ്ലിക്കായിട്ട് നിന്നെ വെല്ലുവിളിക്കുന്നു. ശശിയുടെ മോന് മക്കളെ നിന്നെ വെല്ലുവിളിക്കുന്നു. എനിക്ക് 49 വയസ്സുണ്ട് എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ നീയൊക്കെ ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ എനിക്ക് 33 വയസ്സേ ഉള്ളൂ, നല്ല അപ്പുറമുണ്ടെന്ന് റെക്കോർഡിക്കലായിട്ട് നീയൊക്കെ തെളിയിച്ചു തന്നാൽ ഞാൻ അന്ന് ഈ പണി നിർത്തി നിന്നോടൊക്കെ മാപ്പ് പറയാം. പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞ് നിർത്തിയിട്ട് പോവാം. ഈ തറവേലകൾ എല്ലാവരുടെ അടുത്തും കാണിക്കുന്ന പോലെ അച്ചുവിന്റെ അടുത്തോട്ട് കാണിക്കാൻ വരില്ല. മനസ്സിലായല്ലോ? നിങ്ങളൊക്കെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് കണ്ട് പേടിച്ചോടുന്ന പാവപ്പെട്ട ആൾക്കാർ കാണും. അവരെ പോയി പേടിപ്പിക്കുക, എന്റെ അടുത്തോട്ട് പേടിപ്പിക്കല്ല. കഴിഞ്ഞ 1.5 മാസമായി സമൂഹത്തിന്റെ മുന്നിൽ നീയൊക്കെ തേച്ചൊട്ടിച്ചു വെച്ചിരിക്കുക. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള ഓർമ്മ വേണം. കാരണം വെച്ചാൽ എനിക്കിനി ഒന്നും. കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ കാര്യം പറഞ്ഞത് വേറെ ആരല്ല, നമ്മുടെ കണ്ണാപ്പിനെയാണ്. കണ്ണാപ്പി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 49 വയസ്സാണ് നമ്മുടെ അച്ചു മേഡത്തിന് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. കാരണം അധികം ആൾക്കാരൊന്നും കാണില്ല, എന്നാലും പുള്ളി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു വേണ്ടപ്പെട്ടവർ മാത്രം കണ്ടാൽ മതി എന്നുള്ള ലെവലായിരിക്കണം. എന്നാലും അധികം ആൾക്കാരൊന്നും കാണാറില്ല. വേണ്ടപ്പെട്ടവർക്ക് കുറെ ഇൻഡാസ് അയച്ചിട്ട് മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്നാണ്. കാരണം പുള്ളി ഡയറക്റ്റ് മുഖ്യമന്ത്രിയായിട്ടാണ് കണക്റ്റഡ്. ഈ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി നേരെ മുഖ്യമന്ത്രിയായിട്ടാണ് മുമ്പ് ലിങ്ക് ഉള്ളത്. പുള്ളിക്ക് നേരെ വരുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. അപ്പൊ പുള്ളി ഡയറക്റ്റ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഡയറക്റ്റ് ഇൻഡാസ് ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. കാരണം പുള്ളിക്കാരൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല കാര്യമാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ ഇൻഡാസ് കൊടുത്ത ആൾക്കാരും കിട്ടിയ ആൾക്കാരൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. സങ്കടം തോന്നുന്നു. പാവല്ലേ. ആരെ കാണിക്കാനാണ് ഈ ഷോ ഓഫ് എന്നുള്ളതാണ്. കാരണം ഞാൻ പറയില്ലേ, സൈലന്റ് ആയിരിക്കുന്നവരെ മുതലാക്കുക എന്ന് പറയും. കാരണം ഒരുപാട് മുതലാക്കിയിട്ടുണ്ട് നമ്മൾ ഒലീവിയനെ. ഒരുപാട് ചില ആൾക്കാർ പറയുന്നുണ്ട്, നമ്മുടെ തത്തൊക്കെ പറഞ്ഞു നടന്നുണ്ട്, അത് അവരെ വെച്ച് റീച്ച് ഉണ്ടാക്കിയെന്ന്. ഇതുപോലെ തന്നെയാണ് ഒരു ഇഷ്യൂ വന്ന സമയത്ത്, ഈ ഇഷ്യൂ, അതായത് ഒലീവിയന്റെ ഇഷ്യൂ വന്ന സമയത്ത് ഒലീവിയനെ വെച്ച് ഒരുപാട് പേരുണ്ടാക്കി. ഒരുപാട് പേര് നീതിയുടെ പേരും പറഞ്ഞ്, എന്താ പറയാ, നീതി പുലർത്തേണ്ട കാരണങ്ങളും കാണിച്ചിട്ട്, ഒരുപാട് പെൺകുട്ടികളുടെ പേരും കാണിച്ചിട്ട് ഒരുപാട് നീതി എന്നൊക്കെ പറഞ്ഞ് നടന്നു. അതിനെ സപ്പോർട്ട് ചെയ്തവർക്ക് കണ്ണാപ്പിയോ വേട്ടവളിയനോ ആരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ വേട്ടവളിയനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എടാ ആണായിട്ട് ജീവിക്കടാ. ഈ തെറിയും വിളിച്ച് ആൾക്കാർ അസഭ്യം പറഞ്ഞ് നടക്കുന്നവരെ കൂടെ ലൈവിലും കയറി ഇരുന്നത് നീ വലിയ സംഭവം നീ വിചാരിക്കുന്നുണ്ട്. വെറുതെയാണ്. ഒരു കാര്യം പറയുമ്പോൾ അതിന് കുറച്ച് വ്യക്തത വേണം. അല്ലാതെ വെറുതെ കുറെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അവിടെ ഇവിടെ ഇട്ട് കുറെ പേരെ അന്വേഷിച്ചു നടന്ന് കുറെ പേരെ ഉണ്ടാപ്പിയാക്കി നടന്നിട്ട് എന്ത് കാര്യമാടാ? നിനക്കൊന്നും നാണമില്ല. ഞാൻ കാര്യമായിട്ട് വയ്ക്കാം. ആണുങ്ങളെ പോലെ കുറെ വീഡിയോസ് ചെയ്യും. അതല്ല, ഇപ്പൊ ഒലീവിയ ഡിസൈൻസ് ഒക്കെ കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് അർമാദിച്ച് കുറെ അങ്ങോട്ട്. ഒലീവിയക്കാരെതിരെ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പൂട്ടിയിട്ടൊന്നുമില്ല. എൻ്റെ തന്നെ പോയി നോക്കിയാൽ കാണും നിങ്ങൾക്ക്. ഞാൻ പൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ ഒളിപ്പിച്ചിട്ടുമില്ല. അതിലുണ്ട് ഒരു വീഡിയോ എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുമുണ്ട്. ബാക്കി വീഡിയോസ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള കാരണം അത്രേ ഉള്ളൂ. ഒലീവിയക്കാർ ചെയ്ത തെറ്റുകൾക്ക് അവര് പ്രായശ്ചിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു. 1 മാസം അല്ലെങ്കിൽ 2 മാസത്തോളം അവരെ എന്താ പറയാ, എല്ലാ യൂട്യൂബേഴ്സ് ഇട്ട് നമ്മൾ ഒരുവിധം എല്ലാവരും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒലീവിയനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ. പക്ഷെ അതിൽ കുറച്ച് പേര് മാത്രം, ഞാൻ പറഞ്ഞ പോലെ വ്യക്തിവൈരാഗ്യം തീർക്കെ മരണങ്ങൾ വരെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ആൾക്കാരും ഉണ്ട്. കാരണം എവിടെയോ കിടക്കുന്ന ഒരാള് ആത്മഹത്യ ചെയ്തതിന് പെട്ടെന്ന് ഇങ്ങോട്ട് തലയിലിടുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ആത്മഹത്യ വരെ ചൂഷണം ചെയ്ത് അത് അവരെ തലയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെയാണ്. എന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തായാലും അതിനൊരു തിരിച്ചടിയായിട്ട് നമ്മുടെ ഒലീവിയക്കാർ നല്ല വൃത്തി തന്നെ കൊടുത്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നേരത്തെ ആവായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പം ഒരുപാട് പേര് ഭയങ്കര സൈലന്റ് ആണ്. എന്നിട്ടും ഞാൻ ആലോചിക്കുന്നതല്ല, ഇത്രയും ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു സംഭവം കണ്ടു.
അത് കോമഡിയാണേ. കോമഡി റീസൺ എന്താ വെച്ചാല് പോലീസിന്റെ ഗുണ്ടാബന്ധം എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. ഇവര് സംസാരിക്കാൻ പോകുമ്പോൾ നീതി നിയമം ഒക്കെ ഇവർക്ക് വാല്യൂഡ് ആണ്. ഇവർക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ആ നീതിയും നിയമമൊക്കെ ഗുണ്ടകളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ പോലീസ് ഗുണ്ടകളുടെ പണി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വർത്താനങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താണ്? ഗുണ്ടകളെ പണി പോലീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതിന് വലിയ ഗുണ്ടയായിരിക്കണം എന്നാണ്. അല്ലാതെ ഒരിക്കലും ഒരു പോലീസുകാരും ഗുണ്ടയാവാൻ മാറൂല. കാരണം പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങൾക്ക് നേരെ എന്ത് വന്നാലും, അല്ലെങ്കിൽ നല്ലവർക്ക് നേരെ എന്ത് വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു പ്രൊട്ടക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പം അതില് നിങ്ങൾക്ക് നേരെ ഒരു പോലീസ് തിരിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് ഗുണ്ടയായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും വലിയ ഗുണ്ടയാണെന്നാണ് അതിനർത്ഥം. മനസ്സിലായില്ലേ? നിങ്ങൾ ഇതൊന്നല്ല പറയുന്നത്. നിങ്ങൾ ലൈവില് വരുന്ന സമയത്ത് ഭയങ്കര ആഘോഷമാക്കി നമ്മളെ പോലീസുകാർ സെപ്പറേറ്റ് വിളിച്ചു, നമ്മളോട് പോലീസുകാർ സംസാരിച്ചു, നമുക്ക് നേരെ സംസാരിച്ചൊക്കെ ഇണ്ടാസ് പോലീസ് അത് ഇണ്ടാസ് കൊടുത്തുകൊണ്ടിരിക്കുകയെന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു പോലീസിന്റെ ഗുണ്ടാ ബന്ധം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ലൈവ് ഇടുന്നു. എന്താണ് ഈ പോലീസിന്റെ ഗുണ്ടാബന്ധം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾക്കെതിരെ പോലീസുകാരുണ്ടെന്നുള്ളത് മനസ്സിലായി. എന്തായാലും നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർ കോമാളികളല്ല. നിങ്ങളുടെ ലൈവിൽ വന്ന് കുറെ പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എന്താ പറയാ, നിങ്ങളുടെ ഇൻഡാസ് കണ്ടിട്ടും നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടും അത്ഭുതത്തോടെ വാവ് നിങ്ങൾ ഇത്രയും മനോഹരമായിരിക്കുന്നു, നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ ഇതിന്റെ ബിഹൈൻഡ് എന്താന്നുള്ളത്, അതായത് ഇതിന്റെ ബാക്കിൽ എന്താന്നുള്ളത് എക്സാക്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവര് എല്ലാം വളച്ചൊടിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര രീതിയിൽ വളച്ചൊടിക്കും. അതായത് ഇവർക്ക് നേരെ വരുന്ന എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ചിട്ട് വേറൊരാളെ തലയിലിടാൻ ഭയങ്കര മിടുക്കന്മാരാണ്. അതായത് ഇവരൊന്നിലുമില്ല, ഇവരൊരു തെറ്റും ചെയ്യാതെയാണ് ഇവരെ നേരെ വരുന്ന കാര്യങ്ങൾ മുഴുവൻ എന്നുള്ളത് ആക്കി തീർക്കുന്നവര്. ബാക്കിയുള്ളവരെ നേരെ വരുന്ന പ്രശ്നങ്ങളും അല്ലെ ബാക്കിയുള്ളവരെ നേരെ ഒരു പോലീസ് കേസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അത് അവർ തെറ്റുകൊണ്ടാണെന്ന് ഇവർ അടിച്ചേർപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഒലീവിക്ക് നേരെ കുറച്ച് പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇവരെന്താ പറയാ, ഒലീവ തെറ്റ് ചെയ്തു അതുകൊണ്ട് പോലീസ് വരുന്നു. ഇവരെ നേരെ വന്നു കഴിഞ്ഞാൽ അത് ഗുണ്ടാബന്ധോ അല്ലെങ്കിൽ പോലീസുകാർക്കാരോ പണം കൊടുത്തു, ഈ ലെവലിലുള്ള വർത്താനങ്ങളാണ് ബാക്കി വരിക. അതെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ നേരെ ഒരു നിയമം തിരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇല്ലാന്നുള്ളൂ. അത് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ തിളക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടവനും അവർക്കും ഇവർക്കൊക്കെ ഇനി എന്തൊക്കെ ഇൻഡാസാണ് അങ്ങോട്ട് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ഇൻഡാസുകൾ അയക്കുന്നവരും മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് ഓഫീസിൽ നിന്ന് ഇൻഡാസ് അയക്കുന്നവരൊക്കെ കാത്തു സൂക്ഷിച്ചോ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇൻഡാസും കൊണ്ട് എന്റെ നേരെ വരണ്ട. കാരണം ഞാൻ ഇൻഡാസും കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇനി ഇത് കണ്ടിട്ട് ഇതിന്റെ ഇൻഡാസും കൊണ്ട് വേഗം തലയിൽ പിടിച്ച് പാഞ്ഞു വരണ്ട. കാരണം നീയൊക്കെ പ്രതികരിക്കുന്ന എപ്പോഴും എന്താ പറയുക, പെൺപിള്ളേരെ നേരെയാണ്. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പ്രതികരിക്കും നീ. കാരണം അവർ തിരിച്ചൊന്നും ചെയ്യില്ലല്ലോ. നീ ഒരു ആണാന്നുള്ളൊരു ബോധം അവർക്കുള്ളത് കൊണ്ടായിരിക്കും അവർ കുറച്ച് പേടി കാണിക്കുന്നത്. പക്ഷെ എല്ലാവരും അതുപോലെയാണെന്ന് കരുതണ്ട, മോശം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കാണാം. ബൈ ബൈ.